ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നതാ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞു കൃഷിത്തോട്ടം നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചേ. ഇത് ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ 2ാം നിലയാണ് കേട്ടോ. ഈ നീളം വരാന്ത ഞങ്ങളുടെ കോമൺ വരാന്തയാണ്. ഇവിടെ 3 വീട്ടുകാർ താമസമുണ്ട്. 3ാമത്തെ ഈ റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അതിനിടയിലുള്ള ഈ കുഞ്ഞി മൂലയ്ക്കാണ് എൻ്റെ കൃഷി. ഇവിടെ 1, 2, 3, 4, 5, 6, 7 ചെടിച്ചട്ടികളുണ്ട്. ഇത് വലിയ കൃഷിയൊന്നുമല്ല കേട്ടോ, ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഈ ചീരയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഞങ്ങൾ മുട്ടച്ചീര എന്നാണ് പറയുന്നത്. മുട്ട കുത്തി ഒഴിച്ച് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റൊന്നുമില്ല, കഴിക്കാൻ കൊള്ളാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞൻ കറിവേപ്പിനെ കണ്ടോ? എൻ്റെ ക്യൂട്ട് ബേബി. ഇത് അമ്മ പയറ് നട്ടതാണ്. ഈ കാണുന്നതാണ് അമ്മ ആക്കിയേക്കുന്ന വളം. ഓരോ ദിവസത്തെയും പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടും. അതാണ് ഈ ചെടിച്ചട്ടിയിലൊക്കെ നിറച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഒരു കാന്താരിച്ചെടി. ഇത് ഇത്രയും വലുതാകുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഒരു പഴുത്ത കാന്താരിമുളക് ഈ മണ്ണിലിട്ടതാണ്. ഇപ്പോൾ നിറച്ചും മുളകായി. ഇപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്കും അടുത്ത വീട്ടുകാർക്കും പിന്നെ കിളികൾക്കും അത്യാവശ്യത്തിന് കാന്താരിമുളക് കിട്ടുന്നുണ്ട്. ഇതൊരു കാട്ടുചീരയാണേ. നിങ്ങൾ പറമ്പിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇത് സൂപ്പാക്കി കുടിക്കാനും തേങ്ങ അരച്ച് തക്കാളി ഇട്ട് വയ്ക്കാനും നല്ലതാണ്. ഈ താഴെ കണ്ടോ, വെറുതെ ഒരു ഇഞ്ചി കഷ്ണം അമ്മ നട്ടതാണ്. ഇപ്പം ഇത്രയും വലുതായി. പിന്നെ ഈ കൃഷിയെ ഞങ്ങൾ നട്ടതൊന്നുമല്ല കേട്ടോ. ഇതിനെ ഞങ്ങൾ കക്കിരിക്കാന്നാണ് പറയുന്നത്. സാലഡ് വെള്ളരി എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ശരിക്കുള്ള പേര്. നിറച്ചും പൂക്കളുണ്ട്. ഒരു കാ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ മഞ്ഞ നിറമായി. ഇത് കൊഴിഞ്ഞു പോകുമായിരിക്കും. ഈ കക്ഷി കയറിയിരിക്കുന്നത് കണ്ടോ, ഒരു പാവം കറിവേപ്പിൻ്റെ മുകളിലേക്ക്. ഇത് നിലത്ത് പടർന്നുണ്ടാകേണ്ടതാണ്, പക്ഷെ ഇവിടെ നിലമില്ലല്ലോ. ഇതിനെ ഈ മതിലിൻ്റെ താഴേക്ക് വളർത്തണം. ഈ കറിവേപ്പ് കണ്ടോ, മുഴുവൻ പോയിട്ട് ഇപ്പോൾ തളർത്ത് വരുന്നേ ഉള്ളൂ. ഇതിന് ഞാൻ ഇട്ടേക്കുന്ന പേര് പൊന്നു എന്നാണ്. അപ്പുറത്തെ റൂമിൽ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന കോഴിക്കോട്ടുകാരി ഫായിസ അവളുടെ 2 കറിവേപ്പിൽ നിന്ന് ഒന്ന് എനിക്ക് തന്നിട്ട് പോയതാണ്. അവളെ പൊന്നു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് അവൾ തന്ന ഈ കറിവേപ്പിനെ പൊന്നു എന്ന് ഞാൻ വിളിക്കുന്നു. പൊന്നു, നീ ഈ വീഡിയോ എന്തെങ്കിലും കണ്ടാൽ നിൻ്റെ കറിവേപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. രാവിലെ ഈ ചെടികളോടൊക്കെ ഞാൻ വന്ന് വെറുതെ സംസാരിക്കാറുണ്ട്. ഇതാണോ കൃഷിയെന്നൊന്നും ചോദിച്ചേക്കല്ലേ. ഇതെൻ്റെ ചെറിയൊരു സന്തോഷം. ഇവരെ കണി കാണുമ്പോൾ തന്നെ എൻ്റെ അസുഖത്തിൻ്റെ വേദന ഞാൻ മറക്കുന്നു. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.